صحيح ترغيب وترهيب كتاب النوافل الترغيب في قيام الليل نفصل الله الحديث. وعن سمرة بن جندب رضي الله عنه قال كان رسول الله صلى الله عليه وسلم يقول لنا സമറ ബിൻ ജുന്ദബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് അവരോട് പറയാറുണ്ടായിരുന്നു, ലൈസ ഫിദ് ദുനിയ ഹസദുൻ ഇല്ലാ ഫിസ്നതൈൻ, രണ്ട് കാര്യങ്ങളിലല്ലാതെ ദുനിയാവിൽ അസൂയ ഇല്ല എന്ന് പറഞ്ഞു. അഥവാ അസൂയ അനുവദനീയമല്ല എന്നുള്ളത്. അസൂയ എന്നുള്ളത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, വേറൊരാൾക്ക് ലഭിച്ച നിഅമത്ത് അത് നീങ്ങിപ്പോകണം, അത് തനിക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ അത് നീങ്ങിപ്പോകണം എന്ന് ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തേത് ഗിബ്തത്ത് എന്ന് പറയും, അഥവാ അത് നീങ്ങിപ്പോകാതെ അതുപോലെ എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത്. ഗിബ്തത്ത് നല്ലൊരു കാര്യത്തിന്റെ മേലെയാണെങ്കിൽ, അഥവാ ഒരാൾക്ക് നല്ലൊരു ഗുണമുണ്ട് അത് എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത് മഹ്മൂദാണ്, പ്രശംസിക്കപ്പെട്ടുള്ള കാര്യമാണ്. എന്നാൽ മോശപ്പെട്ടൊരു സ്വഭാവം അല്ലെങ്കിൽ മോശപ്പെട്ടൊരു കാര്യം ഒരാളുടെ കയ്യിലുണ്ട്, അതും എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത് മദ്മൂമാണ്. അപ്പോൾ അസൂയ രണ്ട് തരത്തിലുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗിബ്തത്താണ്, മറ്റൊരാൾക്കുള്ള അനുഗ്രഹം അതുപോലെ എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത്. അല്ലാതെയുള്ള അസൂയ എന്നുള്ളത് മുത്ലഖൻ തെറ്റായിട്ടുള്ള കാര്യമാണ്, നിരുപാധികം തെറ്റായിട്ടുള്ള കാര്യമാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാതെ അതുപോലെ മറ്റുള്ളവർക്കുള്ള അനുഗ്രഹം നമുക്കും വേണമെന്ന് ആഗ്രഹിക്കുന്നത് രണ്ട് തരത്തിൽ ആകാവുന്നതാണ് എന്ന് എനിക്ക് പറയാം. الرجل يغبط الرجل أن يعطيه الله المال الكثير فينفق منه. ഒരു വ്യക്തി മറ്റൊരാളുടെ മേലെ ഗിബ്തത്ത് വെക്കുകയാണ്, അതുപോലെ എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ, എനിക്കും കിട്ടിയിരുന്നെങ്കിൽ, എനിക്ക് വേണം എന്ന ആഗ്രഹം ഉണ്ടാവുക. എന്തിന്റെ വിഷയത്തിൽ? അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സമ്പത്ത് നൽകുകയും അതുപോലെ തന്നെ അവൻ അതിൽ നിന്ന് ചെലവഴിക്കുന്നുണ്ട്. ഫയുക്സിറുൻ നഫഖത, അവൻ ചെലവഴിക്കൽ ധാരാളമായി ചെലവഴിക്കുന്നുണ്ട്. യഖൂലുൽ ആഖർ, അപ്പോൾ മറ്റേ വ്യക്തി പറയുന്നുണ്ട്, ലൗ കാന ലീ മാലുൻ ലഅൻഫഖ്തു മിസ്ല മാ യുൻഫിഖു ഹാദാ വഅഹ്സന, എനിക്ക് സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ഞാനും അവൻ ചെലവഴിക്കുന്ന പോലെ ചെലവഴിക്കുകയും അതേപോലെ അതിനേക്കാൾ നല്ല രീതിയിൽ ചെലവഴിക്കുമായിരുന്നു എന്ന് പറയും. ഫഹുവ യഹ്സുദുഹു, അവൻ എന്ത് ചെയ്യാണ്? അസൂയ വെക്കുകയാണ് മറ്റേ ആളോട്. അത് നല്ലൊരു കാര്യമായിട്ടാണ് പറയുന്നത്. വറജുലൻ യഖ്റഉൽ ഖുർആൻ ഫയഖൂമുൽ ലൈൽ, രണ്ടാമത്തെ വ്യക്തി അവൻ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, ഖുർആൻ അറിയാം, അവൻ രാത്രിയിൽ ഖുർആൻ പാരായണം ചെയ്ത് നിസ്കരിക്കുകയാണ്. വഇൻദഹു റജുലുൻ ഇലാ ജംബിഹി ലാ യഅലമുൽ ഖുർആൻ, അവന്റെ അടുക്കൽ മറ്റൊരു വ്യക്തിയുണ്ട്, അയൽവാസിയായിട്ടോ സുഹൃത്തായിട്ടോ ഒരാളുണ്ട്, അയാൾക്ക് എന്താ അറിയില്ല? ഖുർആൻ അധികം പഠിച്ചിട്ടില്ല, ഖുർആൻ അറിയില്ല. ഫഹുവ യഹ്സുദുഹു അലാ ഖിയാമിഹി, അവൻ എന്ത് ചെയ്യുകയാണ്? ഈ മറ്റേ ആള് നിന്ന് നിസ്കരിക്കുന്നതിന്റെ മേലെ അസൂയപ്പെടുകയാണ്. ഔ അലാ മാ അല്ലമഹു അല്ലാഹു അസ്സ വജൽ അൽ ഖുർആൻ, അതല്ലെങ്കിൽ ഖുർആൻ അവൻ പഠിച്ചതുകൊണ്ട്, ഖുർആനിൽ അവൻ അറിവുള്ളതുകൊണ്ട് അവൻ അതിന്റെ മേലെ അവൻ അസൂയ ഉണ്ടാവുകയാണ്, അഥവാ ഗിബ്തത്ത് ഉണ്ടാവുകയാണ്. അതുപോലെ എനിക്കും പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഫയഖൂൽ, അവൻ പറയുന്നു, ലൗ അല്ലമനില്ലാ മിസ്ല ഹാദാ ലഖുംതു മിസ്ല മാ യഖൂം, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ പഠിപ്പിച്ചിരുന്നെങ്കിൽ, എനിക്ക് ഖുർആൻ അറിയുമായിരുന്നെങ്കിൽ ഞാനും ഇവനെ പോലെ രാത്രി എന്ന് നിസ്കരിക്കുമായിരുന്നു എന്ന് അവൻ പറയുകയാണ്. അപ്പോൾ രാത്രി നിസ്കാരത്തിന്റെ ഫളിലിനോടൊപ്പം ഈ ഹദീസിൽ, അതായത് ഒരു സമൂഹത്തിൽ അതിൽ ആർക്കെങ്കിലും ഷറഫുണ്ടാകുന്നത് രണ്ട് തരത്തിലാണ്. ഒന്നുകിൽ സമ്പത്തുള്ളത് കൊണ്ട് അവൻ സമൂഹത്തിൽ ശ്രേഷ്ഠതയുള്ളവനാകും, രണ്ട് ഇൽമുള്ളത് കൊണ്ട് അവൻ സമൂഹത്തിൽ ശ്രേഷ്ഠനാകും. അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ, ഇൽമ് എന്നാൽ ഖുർആൻ. അപ്പോൾ ഇതിൽ സമ്പത്തുണ്ടായിട്ട് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ഒരാളെ കണ്ട് എനിക്കും അതുപോലെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചെയ്യാമായിരുന്നു എന്ന അസൂയ വെക്കൽ അനുവദനീയമാണ്. ആ നിയ്യത്തിനും പ്രതിഫലം ലഭിക്കുമെന്ന് വേറെ ഹദീസുകൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഖുർആൻ പഠിച്ചിട്ട്, ഖുർആൻ അറിഞ്ഞിട്ട് ആ ഖുർആൻ ഓതിക്കൊണ്ട് രാത്രി എന്ന് നിസ്കരിക്കുന്നവന്, അതറിയാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാം? ഗിബ്തത്ത് വെക്കാം, എനിക്കതുപോലെ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. അത് നിയ്യത്തിന് പ്രതിഫലം ഉണ്ടാകും, പക്ഷേ ആ ചെയ്യാൻ ഈ ഖുർആൻ പഠിച്ചവർക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഖുർആൻ പഠിക്കുന്ന നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്, ആ ഖുർആൻ കൊണ്ടുള്ള ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ഇബാദത്താണ് രാത്രി നിസ്കരിക്കുക എന്നുള്ളത്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഖുർആൻ ഹിഫ്ളുള്ള ആളുടെ മേലെ നിർബന്ധമായും അവൻ ചെയ്യേണ്ടതാണ്, ഓരോ രാത്രിയിൽ ഒരു ജുസെങ്കിലും അവൻ രാത്രി നിസ്കാരത്തിൽ പാരായണം ചെയ്യണം, അത് അതിന്റെ ഹക്കാണെന്ന് ചില പണ്ഡിതന്മാരുടെ വാക്കുകളിൽ കണ്ടിട്ടുണ്ട്. وعن عبد الله بن عمر رضي الله عنهما قال رسول الله صلى الله عليه وسلم لا حسد إلا في اثنتين رجل آتاه الله القرآن فهو يقوم به آناء الليل وآناء النهار
ورجل آتاه الله مالا فهو ينفقه آناء الليل وآناء النهار. നേരത്തെ പറഞ്ഞത് ഹദീസിന്റെ അതേ ആശയം. وعن يزيد بن الأخنس وكانت له صحبة رضي الله عنه أن رسول الله صلى الله عليه وسلم قال